നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസറുകൾ, അള്ളാഹുവിന്റെ റസൂല് വിട്ടേച്ചു പോയ വല്ലതും ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നുണ്ടോ? ഈ വിഷയത്തിൽ ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ചരിത്രകാരന്മാരും ഗവേഷകന്മാരും മതപണ്ഡിതന്മാരും ഇതിൽ ഗവേഷണം നടത്തിയിട്ടുണ്ട്. അവരെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ള ഖുലാസ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസറുകളായിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുവാൻ ഉറപ്പുള്ള ഒന്നും തന്നെ ലോകത്ത് അവശേഷിക്കുന്നില്ല എന്നാണ്. അൽ ആസാറുൻ നബവിയ്യ എന്ന ഗ്രന്ഥത്തിൽ ചരിത്രകാരനായ അഹ്മദ് പാഷ തൈമൂർ അദ്ദേഹം കൃത്യമായത് രേഖപ്പെടുത്തുന്നുണ്ട്. നബിയുടെ ആസാറുകളെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അദ്ദേഹം എത്തിയിട്ടുള്ള ഖുലാസ എന്ന് പറയുന്നത് ഒരിക്കലും നബിയുടെ ആസാറുകളിൽ പെട്ടതാണ് എന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഒന്നും ലോകത്ത് അവശേഷിക്കുന്നില്ല എന്നാണ്. ഇത് മുഹദ്ദിസുകളും വ്യക്തമാക്കിയ കാര്യമാണ്, ചരിത്രകാരന്മാരും വ്യക്തമാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ്, അല്ലെങ്കിൽ നബിയുടെ കുപ്പായമാണ്, നബിയുടെ ചെരിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആധികാരികമായി പറയാൻ ഒരു രേഖയും ഇന്ന് ലോകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിരിക്കെ ഇതേപോലെയുള്ള ആളുകൾ യാതൊരു നിലക്കുള്ള ഉത്തരവാദിത്തമില്ലാതെ, യാതൊരു നിലക്കുമുള്ള പഠനത്തിന്റെ റിപ്പോർട്ടുകൾ മുന്നിൽ സമർപ്പിക്കാതെ എന്തെങ്കിലും വന്ന് മൈക്കെടുത്ത് പറയുമ്പോഴേക്ക് അതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്? കാരണം ഇതൊരു ചരിത്ര സംഭവമല്ലേ. ചരിത്രകാരന്മാർ അങ്ങനെ പറയുമ്പോൾ അത് കേരളത്തിലെ ഒരു കാന്തപുരത്തിന്റെ കയ്യിൽ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ചരിത്ര സംഭവമായി മാറേണ്ടതില്ലേ? അതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല.